ഹലോ ഗൈസ്, ജിദ്ദൂസ് ഗാരേജിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിതിൻ്റെ ഇൻട്രോയിലൊരു ശബ്ദം കേട്ടിട്ടുണ്ടായിരുന്നു. അതായത് ബൈക്ക് കയറ്റം കയറി പോകുമ്പോൾ ചെയിനകത്തുനിന്ന്, അതായത് ചെയിൻ്റെ ആ പോർഷൻ നിന്നായിട്ട് ടക്ക് ടക്ക് എന്നുള്ള ശബ്ദം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. അത് ഫ്രണ്ട് ചെയിനിൻ്റെ ഭാഗത്തു നിന്നാണ് കേൾക്കുന്നത്. പിറകുന്ന് ചെറുതായിട്ട് കേൾക്കുന്നുണ്ട്. പിറകുന്ന് കേൾക്കുന്നതിന് ചെയിനൊന്നും പറയാൻ പറ്റില്ല, കാരണം എൻ്റെ ചെയിന് ആൾറെഡി 43,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രശ്നമാണ്. പക്ഷേ ഫ്രണ്ടിൽ നിന്നാണ് ഇപ്പോൾ കൂടുതൽ ശബ്ദം കേൾക്കുന്നത്. അപ്പോൾ നമുക്ക് അതും സ്റ്റോപ്പ് ചെയ്യാനായിട്ട് ഫ്രണ്ടിലെ സ്പ്രോക്കറ്റ് ഒന്ന് മാറാം. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളതാണ് നോക്കുന്നത്. ഫ്രണ്ടിലെ സ്പ്രോക്കറ്റ് ഒരു 15,000 കിലോമീറ്റർ വെച്ചിട്ട് കറക്റ്റായിട്ട് റീപ്ലേസ് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് കിട്ടിയ പോലെ 40,000 കിലോമീറ്റർ റേഞ്ചൊക്കെ എല്ലാവർക്കും ചെയ്യുന്ന ലൈഫ് കിട്ടും. അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് നമ്മളിന്ന് ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. എൻ്റെ റിയറിലെ സ്പ്രോക്കറ്റിൻ്റെ കണ്ടീഷനാണത്. വളരെ മോശമായിട്ടില്ല എങ്കിൽ പോലും ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ഇത്രയും ഗ്യാപ്പ്, കുറച്ചുകൂടെ ചെയിൻ ഓടാം, മാറ്റേണ്ട ഒരു അവസ്ഥയിൽ എത്തിയിട്ടില്ല. അതുപോലെ ചെയിൻ അഡ്ജസ്റ്റ് ചെയ്യാനും പെൻഡിങ് കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അത് ക്രിട്ടിക്കലായിട്ട് മാറേണ്ട കണ്ടീഷനല്ല. അപ്പോൾ അതുകൊണ്ടൊരു കാര്യം ചെയ്യാം, നമുക്ക് ഒരു തവണയും കൂടി ഫ്രണ്ടിലെ സ്പ്രോക്കറ്റ് മാറാം. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആൾറെഡി ഞാൻ ഈ ഒരു സെറ്റ് തന്നെ, അതായത് സെയിം ചെയിൻ സ്പ്രോക്കറ്റ് സെറ്റിൽ ഫ്രണ്ടിലെ സ്പ്രോക്കറ്റ് മുന്നേ 2 തവണ മാറിയതാണ്. കിലോമീറ്റർ ഓർക്കുന്നില്ല, പലപ്പോഴായിട്ട് 2 തവണ മാറിയതാണ്. ഇപ്പോൾ ഇത് 3ാമത്തെ തവണയാണ് മാറാൻ പോകുന്നത്. അതായത് ഓരോ ശബ്ദം വരുമ്പോഴും ഓരോ തവണ മാറിക്കൊടുക്കും. അതുപോലെ ഫസ്റ്റ് നമുക്ക് ഈ കവർ അഴിക്കാണ് വേണ്ടത്. അതിന് 10 സൈസിലുള്ള ടീ സ്പാനർ മാത്രം മതി, വേറെ പ്രത്യേകിച്ചൊന്നും ആവശ്യമില്ല. അപ്പോൾ അതിനകത്ത് ഓവറായിട്ട് കരിയോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ കരിയൊക്കെ ഉണ്ടാവും. അതെല്ലാം ക്ലീൻ ചെയ്ത് കൊടുക്കുക. അതെല്ലാം അടിക്കുന്ന എല്ലാ സമയത്ത് ക്ലീൻ ചെയ്ത് കൊടുക്കുക. ഇത് ഫ്രീക്വൻ്റ്ലി ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നഷ്ടമൊന്നുമില്ല, നല്ലത് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഈ സ്പ്രോക്കറ്റിൻ്റെ അവസ്ഥ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. സ്പ്രോക്കറ്റിൻ്റെ ടീത്ത് വരുന്ന ഈ ഭാഗം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം. ഈ പുറം ഭാഗത്തേക്ക് ടീത്തിൻ്റെ ഒരു കട്ടിങ് പുറത്തേക്ക് ഇങ്ങനെ വിടർന്നിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് ചെയിൻ കറങ്ങുന്ന സമയത്ത് ശബ്ദം കേൾക്കുന്നത്. അപ്പോൾ നമുക്ക് സ്പ്രോക്കറ്റ് മാറിക്കൊടുക്കണം. പക്ഷേ ഈ സ്പ്രോക്കറ്റ് കിട്ടാനുള്ള കാര്യമാണ് പ്രശ്നം. അതായത് നമുക്ക് ജസ്റ്റ് യമഹയിൽ ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ സ്പ്രോക്കറ്റ് കിട്ടില്ല. ഞാനിത് വേറെ സോഴ്സ് വഴി ഒപ്പിച്ചതാണ്. പാർട്ട് നമ്പർ നിങ്ങൾക്ക് നോക്കാം, സെയിം പാർട്ട് നമ്പർ കിട്ടും. ഇതിൽ കാണുന്ന ഇത് കണ്ടോ, ഡ്രൈവ് 14T, അതാണ് 14 ടീത്തുള്ള സ്പ്രോക്കറ്റാണ് നമുക്ക് FC വേണ്ടത്. പാർട്ട് നമ്പർ നമുക്ക് നോക്കാം. ഇനിയിപ്പോൾ ഇതിൻ്റെ ഡേറ്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, 2019 ഞാനിത് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ അന്ന് വാങ്ങിച്ചു വെച്ചത്, ഞാനിതൊരു 4-5 എണ്ണം ഒന്നിച്ച് വാങ്ങിച്ചു വെച്ചതായിരുന്നു. അന്ന് വാങ്ങിച്ചു വെച്ചതാണ്. ഇപ്പോൾ ഇത് അവൈലബിൾ ആണോ എന്ന് പോലും കറക്റ്റ് അറിഞ്ഞുകൂടാ. അതല്ലാന്നുണ്ടെങ്കിൽ എക്സ്ട്രാ മൈലിൻ്റെ സ്പ്രോക്കറ്റ് നമുക്ക് പുറത്ത് വാങ്ങിക്കാൻ കിട്ടും. പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഈ ലോക്കിൻ്റെ സ്ഥലത്ത് ഇവിടെ ഒരു ലോക്കും കൂടെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ലോക്ക് ചിലപ്പോൾ യൂണിക്കോണിൻ്റെ ലോക്കോ മറ്റോ ഏതെങ്കിലും ഇട്ട് കൊടുക്കേണ്ടി വരും. ഈ ലോക്ക് ചിലപ്പോൾ സ്യൂട്ടാവില്ല. അത് നമുക്ക് യൂസ് ചെയ്യാവുന്നുള്ളൂ. എനിവേ ഇതൊരു 15,000 കിലോമീറ്റർ വെച്ച് നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് മാറുകയാണെന്നുണ്ടെങ്കിൽ ഷുവറാണ് ചെയിൻ കിട്ടുന്നതിൻ്റെ ഡബിൾ ലൈഫ് നമുക്ക് കിട്ടും. ചെയിന് നോർമലി 20,000 ഓടുന്നതാണെന്നുണ്ടെങ്കിൽ 10,000-ലൊന്നൊന്ന് മാറ്റിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഒരു 30,000-ഓ 40,000-ഓ ചിലപ്പോൾ ഓടിയെന്ന് വരും. അപ്പോൾ ഇതൊന്ന് ഫ്രീക്വൻ്റ് ആയിട്ട് മാറാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്കിത് മാറാനുള്ള പരിപാടികൾ നോക്കാം. മാറാൻ പ്രത്യേകിച്ച് ഒന്നുമില്ല, ജസ്റ്റ് 8 സൈസിലുള്ള ടീ സ്പാനറാണ് വേണ്ടത്. ഇത് അഴിക്കാനായിട്ട് ചില വണ്ടികൾക്ക് ഇത് അലങ്കി ഉണ്ടാവും. അപ്പോൾ അത് അഴിച്ച് ലോക്ക് മാറ്റിയിട്ട് സ്പ്രോക്കറ്റ് പുറത്തേക്ക് എടുക്കാം. കയ്യിൽ കരിയാവും, അതുപോലെ വിരൽ അതിനകത്ത് കുടുങ്ങാതിരിക്കാനൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പോൾ നമുക്ക് അഴിക്കുന്ന പരിപാടി നോക്കാം. അതുപോലെ സ്പെഷ്യലായിട്ടൊരു പോയിന്റ് പറയാനുള്ളത്, FC-യുടെ ഈ ഷാഫ്റ്റ് കംപ്ലൈൻറ്റ് വരുന്നുണ്ടെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. എൻ്റെ ഷാഫ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇതുവരെ പ്രത്യേകിച്ച് ഇഷ്യൂസൊന്നുമില്ല. ആൾറെഡി 67,000 കഴിഞ്ഞ വണ്ടിയാണ്. ഇത് വരാത്തതിന് കാരണം പ്രത്യേകിച്ച് ഒന്നുമല്ല, ഞാൻ പ്രോപ്പറായിട്ട് ചെയിൻ അഡ്ജസ്റ്റ് ചെയ്യാറുണ്ട്, ലൂബ് ചെയ്യാറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ തന്നെ ഒരു പരിധി വരെ സോൾവ് ചെയ്യാം. പിന്നെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ പ്രോപ്പറായിട്ട്
പ്ലേ ഇല്ലാത്ത രീതിയിലുള്ള ചെയിൻ സ്പ്രോക്കറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈ ഷാഫ്റ്റിൻ്റെ ലൈഫ് ഒരു പരിധി വരെ വർദ്ധിപ്പിക്കാം. കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യാൻ കഴിയില്ല, കാരണം ചെഫ്സിൻ്റെ സ്പ്രോക്കറ്റിങ്ങിൻ്റെ പ്രശ്നം കൊണ്ടാണ് അത് വരുന്നത്. പക്ഷേ എന്താണെന്നറിയില്ല, എൻ്റെ മെയിൻ്റനൻസ് കൊണ്ടാണോ എന്നറിയില്ല, 27,000 കിലോമീറ്റർ ഓടിയിട്ടും ആ ഷാഫ്റ്റിന് യാതൊരുവിധ കംപ്ലൈൻറ്റും ഇതുവരെ വന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ നല്ല രീതിയിലുള്ള സ്പ്രോക്കറ്റ് തന്നെ യൂസ് ചെയ്യുമെങ്കിൽ തന്നെ നമുക്ക് കുറേ ലൈഫ് പ്രശ്നങ്ങളൊക്കെ അതിന് സോൾവ് ആക്കാം. നമുക്ക് ആ സ്പ്രോക്കറ്റ്, പഴയ സ്പ്രോക്കറ്റും പുതിയ സ്പ്രോക്കറ്റും കൂടെ ഒന്ന് ഒന്നിച്ച് വെച്ച് നോക്കാം, ഡിഫറൻസ് മനസ്സിലാവാം. ഇതാണ് നമ്മളെ പഴയ സ്പ്രോക്കറ്റ്, ഇത് പുതിയ സ്പ്രോക്കറ്റ്. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ മാറ്റം മനസ്സിലാവുന്നുണ്ടായിരിക്കും. ഇത് കണ്ടോ, ടീത്തിൻ്റെ ഗ്യാപ്പ് കണ്ടോ? നമ്മൾ നോക്കുന്ന സമയത്ത് ഇതിൻ്റെ അകംഭാഗം നോക്കിക്കഴിഞ്ഞാൽ അറിയാം, പുറം ഭാഗത്തേക്ക് ഇത് കൂടുതൽ വൈഡായിട്ടാണ് ഇരിക്കുന്നത്. അതായത് ഇത് ഇവിടെ തിക്നെസ് കുറഞ്ഞിട്ടുണ്ട്, ഈ റൗണ്ട് ഷേപ്പ് കൂടിയിട്ടുണ്ട്. ഇങ്ങനെ ആവുമ്പോഴാണ് ചെയിനിനെ കറക്റ്റായിട്ട് ചെയിന് റിലീസ് ചെയ്ത് പോകാൻ പറ്റില്ല. ചെയിൻ ഇറങ്ങി, അതായത് ചെയിൻ ചുറ്റി ഇറങ്ങി വരുന്ന സമയത്ത് ഇത് ചെയിനെ കോരിയെടുത്തിട്ട് പിന്നീട് വിട്ടുകൊടുക്കും. ആ വിടുന്ന ശബ്ദമാണ് നമുക്ക് ടക്ക് ടക്ക് പുറത്തേക്ക് കേൾക്കുന്നു. അതുപോലെ തന്നെ ചെയിനൊരു വൈബ്രേഷൻ, ഒരു ജഡറിങ് പോലെയൊക്കെ ഫീൽ ചെയ്യുന്നതും. അതൊന്നൊന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ചെയിൻ്റെ അടിഭാഗം വിറച്ച് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി വരുന്നത് കാണാം. അത് ഈ സ്പ്രോക്കറ്റ് കംപ്ലൈൻ്റ് ആകുമ്പോഴാണ്. പലപ്പോഴും നമുക്ക് ഈ ഫ്രണ്ട് സ്പ്രോക്കറ്റ് മാത്രമായിട്ട് അവൈലബിൾ ആവില്ല. അത് ഒരു പരിധി വരെ ഒരു മാർക്കറ്റിംഗ് ടെക്നിക്കാണ്. അത് ഫ്രണ്ട് സ്പ്രോക്കറ്റ് പെട്ടെന്ന് പോകുന്നൊരു സാധനമാണ്. അത് കമ്പാരിറ്റീവ്ലി റിയർ സ്പ്രോക്കറ്റിൻ്റെ പകുതി കുറവോ ഒക്കെ ഫ്രണ്ട് സ്പ്രോക്കറ്റിൻ്റെ സൈസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ തന്നെ നമുക്ക് ആലോചിച്ചറിയാം, റിയർ സ്പ്രോക്കറ്റ് കറങ്ങുന്നതിൻ്റെ ഇരട്ടി ഫ്രണ്ട് സ്പ്രോക്കറ്റ് കറങ്ങുകയും ചെയ്യും. ആ ഒരു സംഭവം കാൽക്കുലേറ്റ് ചെയ്താൽ തന്നെ റിയർ സ്പ്രോക്കറ്റിന് 50,000 കിലോമീറ്റർ ലൈഫ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഫ്രണ്ട് സ്പ്രോക്കറ്റിന് 25,000 കിലോമീറ്റർ ലൈഫുള്ളൂ, കൂടുതൽ തവണ റൊട്ടേറ്റ് ചെയ്യുന്നതുകൊണ്ട്. അപ്പോൾ ഫ്രണ്ട് സ്പ്രോക്കറ്റാണ് പെട്ടെന്ന് പോവുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഫ്രണ്ട് സ്പ്രോക്കറ്റ് ഫ്രീക്വൻ്റ് ഒന്ന് മാറി കൊടുക്കുക. ഈവൻ അവൈലബിൾ അല്ല എനിക്കറിയാം, എങ്കിലും നമുക്ക് എങ്ങനെയെങ്കിലും സോഴ്സ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, അതായത് വേറെ ഏതെങ്കിലും മാനുഫാക്ചറിൻ്റെ അല്ലാന്നുണ്ടെങ്കിൽ ലോക്കൽ ഷോപ്പുകളിലൊക്കെ ഇത് അവൈലബിൾ ആണ്. 125 രൂപ, 80 രൂപ, 100 രൂപയൊക്കെ വില വരുള്ളൂ. അന്ന് സോഴ്സ് ചെയ്ത് മാറാൻ പറ്റുന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്ററാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫിറ്റ് ചെയ്യുന്ന പരിപാടികൾ നോക്കാം. സ്പ്രോക്കറ്റ് ഫിറ്റ് ചെയ്യാനായിട്ട് ഇതിനകത്ത് വിരലിടുക. ചെയിന് ഓവർ ടൈറ്റോ അല്ലെങ്കിൽ കറക്റ്റ് സ്പെസിഫൈഡ് ടൈറ്റിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ സ്പ്രോക്കറ്റ് കുടുങ്ങി വരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അത് ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ കറക്കി സ്പ്ലൈൻസ് കറക്റ്റാക്കിയ ശേഷം ജസ്റ്റ് ആണ് തള്ളി കൊടുത്തു കഴിഞ്ഞാൽ സ്പ്രോക്കറ്റ് കയറും. പറഞ്ഞ പോലെ തന്നെ എൻ്റെ കറക്റ്റ് ടൈറ്റാണ്, അതുകൊണ്ട് സ്പ്രോക്കറ്റ് കയറുന്നില്ല. ഒരു കാര്യം ചെയ്യാം, ജസ്റ്റ് എന്തെങ്കിലും ഒരു സ്ക്രൂ ഡ്രൈവർ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് പുഷ് ചെയ്ത് ഫ്രണ്ടിലായിട്ട് ഒന്ന് പുഷ് ചെയ്ത് കൊടുത്താൽ നമുക്ക് കയറ്റി വിടാം. ഓക്കെ, അതെങ്ങനെയാണെന്ന് കൂടെ ഒന്ന് നോക്കാം. ഒരുപാട് ഫോഴ്സ് യൂസ് ചെയ്യേണ്ട അവസ്ഥയാണെന്നുണ്ടെങ്കിൽ ചെയിൻ ലൂസ് ചെയ്ത് കൊടുക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് എഞ്ചിൻ്റെ ബോൾട്ടുമായിട്ട് ബേസ് ചെയ്തിട്ട് സ്ക്രൂ ഡ്രൈവറോ ടീ സ്പാനറോ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് തള്ളി കൊടുത്താൽ മതി. സംഭവം കയറിയിട്ടുണ്ട്. നമ്മൾ ആ ഗ്യാപ്പ് കറക്റ്റാക്കിയിട്ട് അകത്തേക്ക് തള്ളി കൊടുക്കുക. നേരത്തെ പറഞ്ഞ പോലെ ലോക്ക് ഇടുക. ലോക്കിട്ട് കഴിഞ്ഞ് ഇതുപോലെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് ഹോള് കറക്റ്റ് ചെയ്യാം. ബോൾട്ട് ഇട്ട് കൊടുക്കാം. അയച്ച പാർട്ടെല്ലാം പ്രോപ്പറായിട്ട് തന്നെ ടൈറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് കവർ ഇട്ട് കൊടുക്കാം. വേറെ പ്രത്യേകിച്ച് ഇതിൽ ചെക്ക് ചെയ്യാനൊന്നുമില്ല, അയച്ചെല്ലാം പ്രോപ്പറായിട്ട് ടൈറ്റ് ചെയ്യേണ്ട ആവശ്യം തന്നെയുള്ളൂ. ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത്രയാണ് വർക്ക് വരുന്നത്. നമുക്കൊന്ന് ഓടിച്ചു നോക്കാം. വേറെ ശബ്ദമൊന്നും കേൾക്കില്ല. ആ ഒരു ശബ്ദം ഇതിൽ വെച്ച് സോൾവ് ആവും, വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. അപ്പോൾ എനിവേ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വീണ്ടും കാണാം. ബൈ ബൈ.